ഓക്കെ, ഞാനൊരു പുതിയ പുതിയ ലുക്കല്ല, പഴയ ലുക്ക് തന്നെയാണ്. മീശയും താടിയും ട്രിം ചെയ്യാൻ പോവുകയാണ്. പഴയ ഒരു ലുക്കിലോട്ട് വരാനായിട്ട് പോവുക. ഓക്കെ, നമ്മൾ മീശ എടുക്കാൻ പോവുകയാണ്. ഇത് നമുക്ക് എന്താ വെച്ചാൽ കുറച്ച് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം ഫേസിലോട്ട്. ഷേവ് കൊണ്ട് ഫേസ് നല്ല ഡ്രൈ ആയിരിക്കും, അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ ആകുമ്പോൾ ഗ്ലോയിങ് കിട്ടും. നമ്മൾ മോയ്സ്ചറൈസ് യൂസ് ചെയ്തു. ഇനി സൺസ്ക്രീനാണ്. സൺസ്ക്രീനിൻ്റെ മോളിൽ അപ്ലൈ ചെയ്യാൻ പോവുക. മോയ്സ്ചറൈസർ മാത്രമായിട്ട് ഇടുകയാണെങ്കിൽ സ്കിൻ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും ചിലപ്പം. അതുകൊണ്ടാണ് ഇപ്പോൾ സൺസ്ക്രീൻ മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ ഫേസ് ഡ്രൈ ആയിട്ടിരിക്കും. നമ്മളതുകൊണ്ടാണ് മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊറിയൻ ലുക്കിലേക്ക് മാറാനായിട്ട് പോവുക. ആ ഒരു റെഗഡ് ലുക്കിൽ നിന്ന് ഒരു റൊമാൻറ്റിക് ലുക്കിലേക്ക് മാറാൻ പോകും. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു കുറച്ച് റെഡിഷ് ആയിട്ടുള്ളൊരു ലിപ് ബാമാണ്. കുറച്ചെടുക്കുക. നമ്മൾ തീരെ കുറച്ച് യൂസ് ചെയ്യുന്നതാണ്. ഭയങ്കര കളറാണ്, അതുകൊണ്ട് കുറച്ച് യൂസ് ചെയ്താൽ മതി. ഇപ്പം ചിലവർ വിചാരിക്കും ആണുങ്ങൾ എന്തിനാണ് ലിപ് ബാം യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആണുങ്ങൾ എന്തിനാണ് പെണ്ണുങ്ങളെ പോലെ. അല്ല, നമ്മൾ നന്നായിട്ട് നടക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. ഇപ്പം സ്ത്രീകളെക്കാട്ടി ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ളത് ആണുങ്ങളാണ് ഇപ്പം. അപ്പോൾ നമുക്ക് ഇനി ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, വെയിറ്റ്. അപ്പോൾ നമ്മൾ കൊറിയൻ ലുക്കിലോട്ട് ചേഞ്ച് ആയിരിക്കുകയാണ്. പ്രൊസീഡ്. അപ്പോൾ നമ്മൾ ആ ഒരു റെഗുലർ ലുക്ക് മാറ്റി കൊറിയൻ ലുക്കിലോട്ട് ചേഞ്ച് ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഇത് സൂട്ടാവണമെന്നില്ല. ചില ആൾക്കാർക്ക് സൂട്ടാവും. എനിക്ക് ഷേവ് ചെയ്താലും ഷേവ് ചെയ്തില്ലെങ്കിലും കൊള്ളാമെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. എനിക്കങ്ങനെ തോന്നാറുള്ളൂ. എനിക്ക് താടി വെക്കുന്നതും കൊള്ളാം, താടി വെച്ചില്ലെങ്കിലും കൊള്ളാം എന്നുള്ളതാണ് എൻ്റേതായിട്ടുള്ള വിലയിരുത്തൽ. ചില ആൾക്കാർക്ക് ചേരും, ചില ആൾക്കാർക്ക് ചേരും. ചിലർക്ക് ഷേവ് ചെയ്താൽ കൊള്ളില്ലായിരിക്കും, ചിലവർക്ക് താടി വെച്ചാൽ കൊള്ളത്തില്ലായിരിക്കും. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു വെച്ചാൽ ഞാൻ ചോദിച്ചിരിക്കുന്നതിൽ താടി വെച്ചിട്ടും കൊള്ളാം, അല്ലാതെയും കൊള്ളാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് താടി എടുക്കാൻ. ചില ആൾക്കാർ ഒരു ഏജിൽ താടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഷേവ് ചെയ്യാനായിട്ടൊരു മടിയായിരിക്കും, അവർക്ക് ഒരു നാണക്കേട് പോലെയൊക്കെ തോന്നാം. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.